ഹലോ എവരിവൺ, ലെറ്റ്സ് വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നാളെ SSLCയിലെ ലാസ്റ്റ് എക്സാമാണ്, അഥവാ ബയോളജിയുടെ എക്സാം. നാളത്തോടെ എക്സാമൊക്കെ കഴിയുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. എന്നാൽ നാളത്തോടെ വെറും എക്സാം മാത്രമല്ല, കഴിഞ്ഞ 10th എല്ലാം നാളത്തോടെ അവസാനിക്കാൻ പോവാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, 8, 9, 10 നമ്മുടെ ആ ഒരു ഹൈസ്കൂൾ ലൈഫ് നാളത്തോടെ കഴിയാൻ പോവാണ്. പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറിയിലോട്ടാണ്, പുതിയൊരു സ്റ്റെപ്പിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വേറെ എന്തോ ഒരു ഫീല്. സ്കൂളും ക്ലാസ്സൊക്കെ നോർമലായിട്ടുള്ളതാണെങ്കിലും ഈ എക്സാം എന്ന് പറയുന്നത് 10th സമയത്ത് ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ആയതുപോലെയായിരുന്നു. കാരണം എപ്പോഴും ദിവസവും ആഴ്ചയിലും മാസത്തിലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമുകളായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ലാസ്റ്റ് എക്സാമിലോട്ട് എത്തി, ഫൈനലായി എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു റിലാക്സേഷൻ. പിന്നെ വേറൊരു പ്രത്യേകത, ഇപ്പം നമ്മൾ നാളെ എക്സാം ആയതുകൊണ്ട് ഈ ഒരു ബുക്കൊക്കെ എടുത്ത് പഠിക്കുന്നു. ഇനി ഒരിക്കലും ഇതുപോലെ ഈ ഒരു ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, അതും ഒരു എക്സാമിന് വേണ്ടിയിട്ട്. ഇതുവരെ കഴിഞ്ഞ എക്സാമുകളിൽ പ്രതീക്ഷിക്കാതെ ടഫും ഈസിയും ആവറേജും ഒക്കെ ആയ എക്സാമുകളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബയോളജി, അതും നാളെ ഈസി ആയാൽ മതിയായിരുന്നു. അങ്ങനെ നാളത്തെ എക്സാം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 3 മാസത്തെ നീണ്ട വെക്കേഷനാണ് വരാൻ പോകുന്നത്. യൂഷ്വലി നമ്മളെല്ലാവരും പറയും വെക്കേഷനൊക്കെ ആകുമ്പോൾ കുറേ റെസ്റ്റ് എടുക്കണം, കുറേ ഉറങ്ങണം, കുറേ ഫോൺ യൂസ് ചെയ്യണം എന്നൊക്കെ. പിന്നെ കുറേ ഒരുപാട് വെറൈറ്റി പ്ലാൻസൊക്കെ മനസ്സിലുണ്ടാവും. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്, ഏകദേശം എല്ലാ ദിവസവും ജസ്റ്റ് അങ്ങനെ അങ്ങ് പോവും. അതായത് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ പോലും അറിയാതെ ആയിരിക്കും ദിവസങ്ങൾ കടന്നു പോകുന്നത്. അത്രയും സ്പീഡിലായിരിക്കും വെക്കേഷൻ. പക്ഷേ ഇത്തവണ കുറച്ച് ഡിഫറെൻ്റ് ആക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര വെറുതെ അങ്ങ് ദിവസം കളയാതെ. കാരണം ഇത്രയും ലോങ് ലീവൊന്നും ഇനി അടുത്ത കാലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കിട്ടുന്ന ടൈം അങ്ങ് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുക, അത്ര തന്നെ. നിങ്ങളുടെ വെക്കേഷൻ പ്ലാൻസൊക്കെ എന്തൊക്കെയാണ്? എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ പറയുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്.